പക്ഷിഗണങ്ങളൂണ നീത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിന കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 25-ാം സങ്കീർത്തനം 19-ാം വാക്യം. എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. ഈ വാക്യത്തിൽ ദാവീദ് തൻ്റെ ശത്രുക്കളുടെ എണ്ണത്തെയും ക്രൂരതയെയും കുറിച്ച് പരാമർശിക്കുന്നു. ദൈവത്തിൻ്റെ ജനം കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവം അവരെ സഹായിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അവർ വലയം ചെയ്യപ്പെടുന്ന അപകടത്തിൻ്റെ വ്യാപ്തിക്ക് അനുപാതികമായി അവരെ ദൈവം സഹായിക്കും. ദാവീദിൻ്റെ ശത്രുക്കളുടെ കോപം വളരെ വലുതായിരുന്നതിനാൽ അവൻ്റെ മരണത്തിൽ കുറഞ്ഞതൊന്നും അവരെ തൃപ്തിപ്പെടുത്തുകയില്ല. ഈ സമയത്ത് ദാവീദ് ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമാക്കുവാൻ വിളിച്ചപേക്ഷിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി പകരുവാൻ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെന്ന് ആത്മാർത്ഥതയോട് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നാം വിശ്വാസത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.